നമ്മളിപ്പോൾ ഉണ്ണിയുടെ ഫേവറേറ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അല്ലേ ഉണ്ണി? ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രസ് അവന്യൂവിൽ വരാതെ പോകാൻ വളരെ വിഷമമുള്ളതാണ്. ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. എനിക്കും ഭയങ്കര നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. കാരണം എൻ്റെ കോളേജ് എൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കോളേജിൽ നിന്ന് ലഞ്ച് ബ്രേക്കൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചാടി ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. പിന്നെ ഇവിടെ ഒന്ന് കുറേ ചുറ്റിത്തിരിഞ്ഞ് നടക്കായിരുന്നു. നല്ല ചെന്നൈയിലെ പണ്ടത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മോൾസാണ്. ഇപ്പോഴും നല്ല കളക്ഷൻസാണ്. ഭയങ്കര ഡിസ്കൗണ്ട്സും ഭയങ്കര സെയിലും ഒക്കെ ഉള്ള ഒരു വൺ ഓഫ് ദി മോൾസാണ്. സോ ലെറ്റ്സ് സീ ഇത്തവണ എന്തൊക്കെ സെയിലാണ് ഉള്ളതെന്ന്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പോയി നോക്കുന്നത് പാൻറ്റലോൺസിലാണ്. പാൻറ്റലോൺസ് ഭയങ്കര സെയിലാണ് എപ്പോഴും ഇവിടെ നടക്കാറുള്ളത്. അപ്പം ഭയങ്കര നല്ല കളക്ഷൻ. നമ്മുടെ നാട്ടിലത്തേനെക്കാട്ടിലും ഡിഫറെൻറ്റ് കളക്ഷനാണ് ഇവിടെ. ഓരോ റീജിയൻ അനുസരിച്ച് ഇവർ കളക്ഷൻസ് മാറുമല്ലോ. ഇതൊക്കെ പുതിയ ഷോപ്സ് ആട്ടോ. ഈ നമ്മുടെ വിസ്മയ ഇവിടെയുണ്ട്. അപ്പോൾ ഇനി ബാക്കി നോക്കാം നമുക്കിവിടെ. എന്താ ഇപ്പം അതിനകത്ത് വളയല്ലേ ഇരിക്കുന്നത്? ഇപ്പം തന്നെ നോക്കെ ഡിഫറെൻറ്റ്. നമ്മൾ കഴിഞ്ഞ തവണ എറണാകുളം പോയി ഷോപ്പ് ചെയ്തപ്പം ഉള്ള ഒരു കളക്ഷൻസ് അല്ല ഇത്. കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് ഓഫ് ഇതാണ്. ഇപ്പോൾ ഡ്രസ്സസ് ആയാലും ശരി. മറ്റേ നമ്മൾ അവിടെ കണ്ട കുറേയും കൂടെ ഒരു കൊറിയൻ സ്റ്റൈൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നല്ലോ. പക്ഷേ ഇത് കുറച്ചും കൂടെ അല്ലാത്ത ഇപ്പം ഹോം ക്ലോത്ത്സാണ്. പക്ഷെ അല്ലാത്ത ടൈപ്പാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ ഇത് ഫുള്ളിങ്ങനെ പല ഷൂസ്, പല ടൈപ്പ് ഓഫ് ഷൂസാണിത്. എല്ലാത്തിൻ്റെ റേറ്റ്സ് കാണിച്ചിരിക്കുന്നത് ഈ 599, 399 ആ റേഞ്ചിലുള്ള. ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ കുറേ പേര് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതൊന്ന് എടുക്കാമെന്ന് തോന്നുന്നു. ഈ ഡൈസോ എന്ന് പറഞ്ഞ ഷോപ്പുണ്ടല്ലോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോപ്പാണ്. ജാങ്കോയ്ക്ക് ആക്ച്വലി ഇവിടെ നിന്ന് കുറേ കുഞ്ഞു കുഞ്ഞു ടോയ്സ് കിട്ടാറുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് വാങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ പക്ഷേ ഇവിടെ ഗംഗോത്രിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു സ്റ്റോപ്പ് എടുത്താൽ ഇനി അടുത്ത് ഡൈസോയിലേക്ക് പോകും. ഇതുണ്ടോ എന്ത് ക്യൂട്ട് സാധനങ്ങളാണ് നോക്കിയേ. പാത്രമൊക്കെ കണ്ടോ, മിക്കി മൗസിൻ്റെ പാത്രം. ഇങ്ങനത്തെ കുറേ ക്യൂട്ട് സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. വലിയ വിലയൊന്നുമില്ല. എല്ലാത്തിനും നമ്മുടെ ഒരു മിനിസോയിലൊക്കെ കിട്ടുന്ന ആ റേറ്റിലാണ് എല്ലാം. നല്ല ക്യൂട്ട് സാധനങ്ങളെല്ലാം. അപ്പോൾ ഞങ്ങൾ ഈ ജസ്റ്റ് ഇറങ്ങി. കാരണം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഫുൾ കറങ്ങാനുള്ള ടൈമില്ല നമുക്ക്. അത് കാരണം നമ്മളിത് ജസ്റ്റ് ഇറങ്ങി. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം അല്ലേ ഉണ്ണി? നീ വീട്ടിലേക്കല്ലേ? ഉണ്ണി ഇവിടെ എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. മറ്റേ ഈ എന്തായാലും പറയാം സ്വീറ്റ് ബോക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതും കൂടെ ഉള്ളു വാങ്ങാനായിട്ട്. അതൊക്കെ നോക്കാം. അപ്പോൾ ഞങ്ങൾ അവസാനം ഒരു ഡിസിഷനിലെത്തി. ആസ് യൂഷ്വൽ ഞങ്ങൾ ഫുഡ് നോക്കണം. ഫുഡ് എന്തെങ്കിലും സായിയും കൂടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ജ്യൂസ് ഷോപ്പ് കാണുന്നുണ്ട്. രണ്ടെണ്ണമുണ്ട്. ഇതിൽ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ എന്തായാലും ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ കയറും ഇപ്പം തന്നെ. പിന്നെ ബാക്കി അങ്ങോട്ടേക്ക് നടക്കട്ടെ. റോഡ് ക്രോസ് ചെയ്യണം, അതൊരു ടാസ്ക്കാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ജ്യൂസ് ഒന്നും അങ്ങോട്ട് പിടിച്ചില്ല അതല്ല, കുറച്ചുകൂടെ വെറൈറ്റി തപ്പി. അപ്പോഴാണ് ഞങ്ങൾ മറ്റേ ഫ്രൂട്ട് ഷോപ്പ് ഓൺ ഗ്രീൻസ് റോഡ് ഞാൻ ഉണ്ണിയുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് ഉണ്ണിക്ക് ടെൻഡർ കോക്കനട്ട് പുഡിങ് വാങ്ങിത്തരാമെന്ന്. ഭയങ്കര ഫേമസ് അത് അവിടുത്തെ. അപ്പം എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഓട്ടോ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഓട്ടോയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെന്നൈയിൽ വന്നതിന് ഓട്ടോയിൽ പോകുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ കേട്ടോ. ഇവിടെയൊക്കെ മെട്രോയുടെ പണികളൊക്കെയാണ്. ഈ ചെന്നൈ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ജാനുവരി ടു ഫെബ്രുവരി ടൈം. അപ്പോൾ നല്ലൊരു കാറ്റും അധികം ചൂടുണ്ടാവില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി നല്ല ചൂടങ്ങോട്ട് തുടങ്ങാൻ പോകും. അങ്ങനെ നമ്മൾ ഫ്രൂട്ട് ഷോപ്പ് ഓൺ ഗ്രീൻസ് റോഡ് എത്തി. ഇനി ബാക്കി എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്നുള്ളത് ചെന്നിട്ട് കാണാം.
അപ്പോൾ ഇവരുടെ ഫേമസ് ടെൻഡ കോക്കനട്ട് പുഡിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞങ്ങളിത് ചെയ്ത് ട്രൈ ചെയ്യാൻ പോവാം. എടുത്തോ. വെരി ടെൻഡർ. ഞാനൊരു പുഡിംഗ് ഫാനല്ല, പക്ഷേ ഇവരുടെ ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ടെൻഡ കോക്കനട്ട് പുഡിംഗ് ഇഷ്ടമായത്. ശരിക്കും തണുത്ത കരിക്ക് നല്ല മധുരത്തോടെ കഴിക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ പുഡിങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജ്യൂസ് വന്നു. ഉണ്ണി പറഞ്ഞത് പ്യുവർ ആപ്പിൾ ജ്യൂസും ഞാൻ പറഞ്ഞത് പ്യുവർ മാംഗോ ജ്യൂസും ആയിരുന്നേ. അയ്യോ സോറി. നല്ല ഐസുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞാൻ വിത്തൗട്ട് ഷുഗറാണ് പറഞ്ഞത്. നോക്കാം, കുടിച്ചോക്കാം എങ്ങനെ. വിത്തൗട്ട് ഷുഗറാണ്, ഒട്ടും പുളിയില്ല. ചെന്നൈയിലെ പിന്നെ വേറൊരു പ്രത്യേകത എന്താ പറയുക, ഇങ്ങനെയുള്ള സിറ്റിയിലുള്ള ഫ്ലൈ ഓവേഴ്സ് അല്ലേ, ഈ ഫ്ലൈ ഓവേഴ്സൊക്കെ ഇവർ രാവിലെ ആകുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് അതിരാവിലെ ആൾക്കാർ ഇതിൽ കൂടെ നടക്കാൻ പോകാറുണ്ട്. അതിനുവേണ്ടി ഇവർ കുറച്ച് സമയത്തേക്ക് ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോൾ വണ്ടികളൊന്നും ഇതുവഴി കയറ്റി വിടില്ല. അതായത് ഒരു രാവിലെ 6 മണി ആ സമയത്തൊക്കെയാണ് കേട്ടോ, അല്ലാതെ 9 മണി 10 മണി സമയത്തല്ല. പിന്നെ ഈ പതുക്കെ ഓഫീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈം ആകുമ്പോഴത്തേനും ഇതെല്ലാം ഓപ്പൺ ആവും. പ്രത്യേകിച്ച് ഈ ബ്രിഡ്ജ് ഇതിനടുത്ത് ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നത് എന്തിനാ ഈ ക്ലോസ് ചെയ്യുന്നതെന്ന്, പിന്നെ അത് മനസ്സിലായത്. അങ്ങനെയുള്ള കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ഇവരുടെ ഉണ്ട് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളത്.